നിലയ്ക്കാതെ പെയ്ത മഴ കേരളക്കരയെ ദുരിതഭൂമിയാക്കി. മഴയ്ക്കൊപ്പം എണ്ണമറ്റ നഷ്ടങ്ങളും പെയ്തിറങ്ങി. കനത്ത മഴയിൽ കാസർഗോഡ് കയ്യൂരിലും കണ്ണൂർ പയ്യന്നൂരും കോഴിക്കോട് നാദാപുരത്തും വീടുകൾ തകർന്നു. കോഴിക്കോട് കല്ലാച്ചിയിൽ സംസ്ഥാന പാതയിൽ ഇരുനില കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്ന് റോഡിൽ പതിച്ചു. കെട്ടിടത്തിന്റെ താഴെ നിലയിലുള്ള കച്ചവട സ്ഥാപനത്തിന്റെ ബോർഡും സീലിംഗും തകർന്നു. പത്തനംതിട്ട റാന്നി തോട്ടമണ്ണിൽ റോഡിലേക്ക് കവുങ്ങ് ഒടിഞ്ഞു വീണു. ബൈക്ക് യാത്രികർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൊച്ചി നഗരത്തിൽ പെയ്ത മഴയിൽ ചെമ്പുമുക്ക് അട്ടിപ്പേറ്റി നഗറിലേക്കുള്ള റോഡ് ഇടിഞ്ഞു വീണു. തൃശൂർ ചാലക്കുടിയിൽ അലവി സെന്റർ പള്ളിക്കടുത്തുള്ള ഹാറൂണിന്റെ വീടിന് സമീപത്തേക്ക് മണ്ണിടിഞ്ഞു. ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് ഇവിടെ മണ്ണിടിയുന്നത്. പത്തനംതിട്ട റാന്നി വാളിപ്ലാക്കലിൽ വീടിന്റെ മുകളിൽ മരച്ചില്ല ഒടിഞ്ഞു വീണു. പാലക്കാട് കപ്പൂരിൽ ശക്തമായ മഴയിലും കാറ്റിലും തെങ്ങ് വീണ് വേഴൂർക്കൊന്ന് സ്വദേശി മണികണ്ഠന്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. പാലക്കാട് തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂളിന് മുകളിലേക്ക് തേക്ക് കടപുഴകി വീണ് സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്തും മേനംകുളത്തും കാര്യവട്ടം പുല്ലാനിവിളയിലും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും തകരാറിലായി. പാലോട് കല്ലറ റൂട്ടിൽ സുമതി വളവിൽ മരങ്ങൾ കടപുഴകി വീണ 7 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പത്തനംതിട്ട വള്ളിക്കോട് അംഗനവാടി കെട്ടിടത്തിന് മുകളിൽ മരച്ചില്ല ഒടിഞ്ഞു വീണു. കാസർഗോഡ് നീലേശ്വരം കോട്ടപ്പുറത്ത് മരം വീണ ആനച്ചാൽ കോസുമൽ ഇസ്മയിലിന്റെ കാർ തകർന്നു. പന്തളത്ത് യക്ഷിവിളക്കാവിന് സമീപം കാറ്റിൽ 10ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. പാലാ പ്രവിത്താനത്തും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. കണ്ണൂർ കൂത്തുപറമ്പിൽ റോഡിനു കുറുകെ മരം വീണു. പാലക്കാട് കല്ലടത്തൂരിലും പനമരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം വൻമരം കടപുഴകി വീണ് ചാലക്കുടി മലക്കപ്പറമ്പ് റോഡിന്റെ ഒരു ഭാഗം തകർന്നു. മലപ്പുറം അങ്ങാടിപ്പുറം വളാഞ്ചേരിയിൽ ആൽമരം കടപുഴകി വീണു. ഇന്നലെ പെയ്ത മഴയിൽ മാവൂർ കണ്ണിപ്പറമ്പിൽ കിണർ ഇടിഞ്ഞു താണു. ചാമ്പാട്ടിൽ സുബ്രഹ്മണ്യന്റെ കിണറാണ് ഇടിഞ്ഞു താണത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.